എഡ്മണ്ട് ഹിലരിയും അദ്ദേഹത്തിൻ്റെ സഹയാത്രികരും ആദ്യമായിട്ട് അദ്ദേഹം എന്ത് തീരുമാനിക്കുകയാണ്? എവറസ്റ്റ് കീഴടക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അങ്ങനെ അവർ എവറസ്റ്റ് കീഴടക്കാൻ തീരുമാനിച്ചു. സന്നാഹങ്ങളായിട്ട് സജ്ജീകരണങ്ങളായിട്ട് അവർ നടന്ന് കയറി. എവറസ്റ്റിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാലോ, കൊടും തണുപ്പാണ്, ചെങ്കുത്തായ പാതകളാണ്. നടന്ന് കയറി 7 കിലോമീറ്ററും 500 മീറ്ററും കയറി. അതിൻ്റെ മുമ്പ് അവരുടെ കൂടെ വന്നിരുന്ന ഒരു വ്യക്തി തണുപ്പ് സഹിക്കാതെ മരണപ്പെട്ടു. എന്നിട്ടും ഇവർ കയറി 7 കിലോമീറ്ററും 500 മീറ്ററും കടന്നു. പക്ഷേ അവിടെ നിന്ന് അങ്ങോട്ട് അവർക്ക് പോകാൻ സാധിച്ചില്ല. പരാജിതരായി തളർന്നുപോയി രോഗത്തോടെ എഡ്മണ്ട് ഹിലരി തിരിച്ച് ആശുപത്രിയിലേക്കെത്തി. അവിടുന്ന് തിരിച്ചിറങ്ങി വന്നു. ആശുപത്രി കിടക്കയിൽ കിടന്ന എഡ്മണ്ട് ഹിലരിയോട്, എന്തിനാ നമ്മൾ പച്ച ഭാഷയെ പറഞ്ഞാൽ നമ്മളൊക്കെ എനിക്കത് ഈ നട്ടപ്പിരാന്ത് എന്തിനാണ്, വെറുതെ ഈ എവറസ്റ്റ് കയറിയിട്ട് എന്താന്ന്, ഇനി നീ അത് കയറാൻ പോകണ്ട, നിൻ്റെ ആരോഗ്യം നീ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. എഡ്മണ്ട് ഹിലരി എന്ത് ചെയ്തെന്നറിയോ? ആശുപത്രി കിടക്കുമ്പം അവിടെ മുന്നിലൊരു ഫോട്ടോ ഒട്ടിച്ചു. എവറസ്റ്റിൻ്റെ ഫോട്ടോ ഒട്ടിച്ചിട്ട് പറഞ്ഞു, ഡെയിലി പറയും, എവറസ്റ്റേ നീ ഇനി വളരൂല, എവറസ്റ്റേ നീ ഇനി വളരൂല, എനിക്ക് 8 കിലോമീറ്ററേ ഉള്ളൂ, ഞാൻ ഇനിയും വളരും, ഞാൻ മനുഷ്യനാണ്, ലോകത്തെ ദ ബെസ്റ്റ് പ്രൊഡക്റ്റ് ഇൻ ദ വേൾഡ്, ലോകത്തെ രാജാതിരാജനായ റബ്ബിൻ്റെ ഏറ്റവും ഒന്നാമത്തെ പ്രൊഡക്റ്റ് എന്താണെന്നറിയോ? അത് നമ്മളാണ്, മനുഷ്യരാണ്, ഞാൻ ഇനിയും വളരും, നിന്നെ ഞാൻ കീഴടക്കും. അതാ എവറസ്റ്റ് കീഴടക്കാൻ വീണ്ടും എഡ്മണ്ട് ഹിലരി പുറപ്പെടുന്നു. ചരിത്രം സൃഷ്ടിച്ച് ഒന്നാമതായിട്ട് എഡ്മണ്ട് ഹിലരി അത് കീഴടക്കുകയാണ്.